വീട്ടിൽ കാത്തിരിക്കും ഉണ്ണാൻ ചെന്നില്ലെങ്കിൽ. അതൊന്നും ഇല്ലെന്നേ. ഇന്ന് അവിടെ എല്ലാരും കൂടിയിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്നിട്ട് ബോറ് തോന്നി. ഇപ്പൊ എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്തിനാ ബേബിച്ച? ആ, നിനക്കറിയാൻ വയ്യ. ഞങ്ങളുടെ വീട്ടിലെല്ലാരും കള്ളമേ പറയും. അത് കേട്ട് കേട്ട് എനിക്കിപ്പം കള്ളം ഏതാ സത്യം ഏതാന്ന് തിരിച്ചറിയാൻ വയ്യാവാ. അത് നല്ല തമാശയാണല്ലോ. പകല് മുഴുവൻ കുഞ്ഞിനെ കണ്ടതേ ഇല്ലല്ലോ. അബ്രഹാമിന്റെ സന്തതിയാ പൊക്കത്തിൽ നീണ്ടു വളർന്നു നിന്നതാ. വെട്ടിയിട്ടപ്പം പുറപ്പുറത്താ വീണത്. അവൻ തീരെ കുഞ്ഞായിരുന്നു. ദൈവം ചതിച്ചില്ല. അവൻ തീരെ കുഞ്ഞായിരുന്നു. നിനക്കൊന്നും കഴിക്കണ്ടേ? എല്ലാരും കഴിച്ചിട്ട് കിടന്നു. ആ വല്ല വന്ന് കഴിക്കും. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. എന്നാ കിടന്നു. ഞാനെല്ലാം എടുത്തു വെക്കാൻ പോവാ. പിന്നെ വിശക്കുന്നെന്നും പറഞ്ഞു എഴുന്നേറ്റ് വരരുത്. ഒന്നിങ്ങി വന്നേ. ഒന്ന് പിടിച്ചേ.
അപ്പൻ എന്തിനാ വിളിക്കുന്നത്? ഒന്ന് പോയി നോക്കേ. എന്താ വേണ്ടത്? ഉണ്ണുണ്ണി എന്തിയെ? ഉണ്ണുണ്ണി അവൻ എന്തിയെ? ഉണ്ണുണ്ണി, ഉണ്ണുണ്ണി, ഉണ്ണുണ്ണി. എന്താ? അപ്പം കിടന്ന് വിളിക്കുന്നു. ഉണ്ണുണ്ണിയെ കാണുന്നില്ല. പല മൂത്രമൊഴിക്കാനോറ്റോ ആയിരിക്കും. ഞാൻ പോയി നോക്കാം. ഉണ്ണുണ്ണി, 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 ഉണ്ണുണ്ണി. പെട്ടെന്ന് വാ. കാര്യം ഇതാണെന്ന് ഷീരോട് പോലും പറയണ്ട. അത് നമുക്ക് വന്നിട്ട് ആലോചിച്ചാ മതി. ഇപ്പൊ നേരം വിളിക്കും. ആ പോലീസിനെ അറിയിച്ചാലൊക്കെ പ്രശ്നമാടാ. പിന്നെ അതിന്റെ പുറകെ തൂങ്ങാൻ നടക്കണ്ടേ? പിന്നെ എന്ത് ചോദിച്ചേ? അവനങ്ങനെ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ആരുമില്ല. 9 10 വയസ്സുള്ളപ്പോ എവിടുന്നോ കയറി വന്നതാ. പിന്നെ ആരും തിരക്കുകയും വന്നിട്ടില്ല. കോശി വരട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടെ കാറിന്റെ ഡിക്കിയിലെടുത്തിട്ട് 70 മൈലിലെ പാലത്തിന് താഴേക്ക് എറിഞ്ഞളാ. പിന്നെ വരുന്നത് വെച്ച് കാണാം. അപ്പന് വെറുതെ കിടക്കാൻ വയ്യ. അങ്ങോട്ട് നീ അല്ലേ? ബേബി മോനെ, നീ എന്റെ കൂടെ ഒന്ന് വരുമോ? എനിക്കങ്ങ് തിരിച്ചു പോണം വീട്ടിലേക്ക്. നേരം വെളുക്കാതെ എങ്ങനെയാ ചേച്ചി? നേരം വെളുത്തിട്ട് മതി. ഉണ്ണുണ്ണിയേ, ഉണ്ണുണ്ണിയേ, ഉണ്ണുണ്ണിയേ. ഞാനാ വലിയ ബേബി. നേരം വെളുത്തോ മോനെ? ഇല്ല. പിന്നെ ഉണ്ണുണ്ണി എവിടെ പോയി? ഉണ്ണുണ്ണി പോയി വല്യപ്പച്ച. ഉണ്ണുണ്ണിയെ പിരിച്ചുവിട്ടു. അവനിനി വരത്തില്ല. ബേബി കുഞ്ഞെ, ബേബി കുഞ്ഞെ, ബേബി കുഞ്ഞെ, ബേബി കുഞ്ഞെ. എന്താ? എന്തു പറ്റി? സ്വപ്നം കാണുകയായിരുന്നോ? നല്ലവണ്ണം ഒന്ന് ഉറങ്ങിയല്ലേ? വന്നിട്ട് കുറെ നേരമായോ? എന്താ താമസിച്ചത്? അമ്മയ്ക്ക് ഈയിടെയായിട്ട് വലിയ നോട്ടമാ. എങ്ങും പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. ഇപ്പൊ ഒന്ന് മയങ്ങാൻ കിടന്ന നേരത്താ ഇങ്ങോട്ട് വന്നത്. വേഗം പോണം. എന്നാ പൊയ്ക്കോ. പോയിക്കോട്ടെ. പിന്നെന്തിനാ നീ വന്നത്? കാണാൻ. നിർമ്മലേ, അമ്മ ഉണർന്നു കാണും. കണ്ടില്ലെങ്കിൽ എന്നെ കൊല്ലും. ഞാൻ പോവാ. നിർമ്മലേ, വേണ്ട, എനിക്ക് പോണം. വ്യാഴാഴ്ച അമ്മ എങ്ങാണ്ട് പോകുന്നെന്ന് പറഞ്ഞായിരുന്നു. അന്ന് വരാൻ പറ്റുമോ നോക്കാം.
1.5 കൊല്ലായി വെട്ടാതെ കിടക്കുക. ലേബർ കുഴപ്പാ. അവർക്കും മടുത്തു. എങ്ങനെയെങ്കിലും വിറ്റിട്ട് സ്ഥലം വിട്ടാ മതി എന്നാ സ്വാമിയുടെ ഇപ്പോഴത്തെ നില. എത്രയുണ്ടെന്നാ? 130 ഏക്കറാ. ഒരു 15,000 മരം ഉണ്ടെന്ന് വെച്ചോ. മരങ്ങൾ കുറെ പഴക്ക, കടുംവെട്ട് വെട്ടേണ്ടി വരും. 1 കൊല്ലം കൊണ്ട് വെട്ടിത്തീർക്കാം. ഞാൻ വെറുതെ ഒന്ന് കൂട്ടി നോക്കിയിട്ട് പാലവും മരവും മാത്രം ഒരു 45 ലക്ഷത്തിനെങ്കിലും മതിക്കും. വെട്ടിത്തുടങ്ങുന്നിടത്തുനിന്ന് പുതിയ പ്ലാന്റ് തുടങ്ങാമല്ലോ. 5 or 6 കൊല്ലം കഴിഞ്ഞ് അതിന്റെ ഈൽഡ് കിട്ടി തുടങ്ങുമ്പോ വിലയുടെ ഇപ്പോഴത്തെ പോക്ക് വെച്ച് നോക്കിയാൽ 130, 260, 2.5 കോടി കൂട്ടിക്കോ. എന്നാലും സ്വാമി ചോദിക്കുന്ന 75 കൊടുക്കാൻ പറ്റുമോ? വേണ്ട, ഒരു 60 കിട്ടിയാ കൊടുത്തേക്കാമെന്ന് സ്വാമി പറഞ്ഞതായിട്ട് ഞാൻ മറ്റൊരു വഴിക്കറിഞ്ഞു. പിന്നെ മുതലാളി അല്ലാതെ വേറെ ആരും പെട്ടെന്ന് അങ്ങോട്ട് അടുക്കില്ലെന്ന് സ്വാമിക്കറിയാം. ആ, എന്നാ പിന്നെ നോക്കാം. എന്താ? 1.5 കൊല്ലായി പട്ടിണി കിടന്ന് സമരം ചെയ്യുന്ന തൊഴിലാളികളാ അവിടെ ഉള്ളത് എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഓ, തൊഴിലാളികളെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവൂ. സമരം പൊളിച്ചിട്ട് പഴയ താപ്പാനോടൊക്കെ പേടിപ്പിച്ച് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കണം. പുതിയ മരം വെക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് തന്നെ മുതലാളി അക്കാര്യത്തിൽ എല്ലാവരും സമ്മതിച്ചിരിക്കുന്ന ആളാണല്ലോ. കോശിക്കുഞ്ഞ അങ്ങനെ വന്നാൽ ഇത് ആരുടെ പേര് വാങ്ങാവടോ? ബേബി ചിഹ്നം വാങ്ങിച്ചോ? അതാ സേഫ്. എന്താ കോശി? ഞാനൊരു കാര്യം അച്ചായനോട് ആലോചിക്കാൻ വന്നതാ. പറ. ആ വേളാമ്പറമ്പിലെ നൈനാനില്ലേ, അവൻ കാലത്ത് വീട്ടിൽ വന്നിരുന്നു. അവന് വണ്ടിപ്പെരിയാർ ഭാഗത്ത് 1500 ഏക്കർ വനമുള്ളത് അറിയാമോ? അറിയാം. അതിന്റെ നടുവില് ഒരു 25 ഏക്കർ കഞ്ചാവ് തോട്ടല്ലേ? ആ, അത് തന്നെ. ആ, ഇത് പണ്ട് നൈനാച്ചന്റെ അപ്പൻ കൈവശപ്പെടുത്തിയതാ. അതിന് പട്ടയം കിട്ടിയിട്ടില്ലല്ലോ. അറിയാം, പണ്ടാരോ ഭരിച്ചിരുന്നപ്പോ എഴുതി കൊടുത്ത ഒരു രേഖയുണ്ട്, അത് മതി. അതിപ്പോ അവൻ അവിടെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് 10-25 കുടിയിടപ്പുകാരൊക്കെ അതിൽ കയറി പറ്റിയിരിക്കുക. അവൻ പല പണിയും നോക്കിയിട്ട് അവർ ഒഴിയുന്നില്ല. നമ്മൾ വിചാരിച്ചാൽ പറ്റുമെന്നാ നൈനാൻ പറയുന്നേ. എഴുതി തന്നേക്കാവെന്ന് പറയുന്നു. കുടികിടപ്പുകാരൊന്നും പ്രശ്നമല്ല. എന്താ ചോദിക്കുന്നേ? 30, 25 ലക്ഷത്തിന്റെ തടി അതിനകത്തുണ്ടെന്നാ നൈനാൻ പറയുന്നേ. അയ്യോ, അത്രയൊന്നും അല്ല കുഞ്ഞെ. ഇങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്നല്ലാതെ നൈനാച്ചം പോയി കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. എന്റെ അറിവിൽ ഈ പറഞ്ഞതിന്റെ ഒരു 10 ഇരട്ടി വിലക്കുള്ള മരങ്ങൾ അവിടെ കാണും. പക്ഷെ ആലോചിച്ചിട്ട് വേണം. വനത്തിന്റെയും തടിയുടെയും ഒക്കെ കാര്യത്തില് മന്ത്രിമാർക്ക് കിടക്കപ്പുറതി ഇല്ലാത്ത സമയാ. അതുകൊണ്ടാരും തടി വെട്ടാതിരിക്കാന്ന്. ചെല്ലേണ്ടടുത്ത് ചെന്നാ മതി അനിയമ്പിള്ളേ. മന്ത്രിമാരെയൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? അല്ല, എന്നാലും വനം തെളിക്കുന്ന കാര്യത്തിലൊക്കെ നാട്ടുകാരിപ്പം വളരെ ജാഗ്രതയല്ല. അതിനൊക്കെ വഴിയുണ്ടെന്നേ. 25 കൊടുത്താൽ നൈനാൻ സമ്മതിക്കും. 3 ആഴ്ച കഴിഞ്ഞാൽ വെട്ടിയെടുക്കാൻ പരുവത്തിൽ 4-5 ലക്ഷത്തിന്റെ കഞ്ചാവുണ്ടതിൽ. അതും ചേർത്താ. അച്ചായൻ അറിയാമോന്ന് അറിയാൻ വയ്യ. കഞ്ചാവിന് ഇപ്പൊ എന്തൊരു ഡിമാൻഡ് ആണെന്ന് അറിയാമോ? എന്റെ ഒരു ഇൻട്രസ്റ്റ് അതാ. ഞാൻ വിചാരിച്ചാ ഇപ്പൊ 10 ഉണ്ടാവും. ബാക്കി 15 അച്ചായൻ തരണം. കോശി, അതിപ്പോ ഞാനും അനിയൻപിള്ള വേറൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തെ സ്വാമിയുടെ തൊടുപുഴയുള്ള എസ്റ്റേറ്റ് നമ്മളതിനോട് ചേർന്ന് കിടക്കുന്നത് ചുടു വിലക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഞാനൊരു 40 രൂപ അടുത്ത ആഴ്ച കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതുകൂടെ ആകുമ്പോ അതൊരു മാസത്തേക്ക് നീട്ടിവെക്കും. അതൊക്കെ സ്വാമി കേൾക്കും. ഇതിന്റെ ഡീല് കഴിഞ്ഞാൽ 1000 മരം മുറിച്ച് വിൽക്കാൻ ചായ. സണ്ണിയോടുമ്പോ ഇവിടെ ഒക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ഇതൊക്കെ പുലിവാല് പിടിക്കുന്ന കാര്യങ്ങളാ. നിനക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ സണ്ണി. ചെറിയ റിസ്ക് അല്ലേ ഉള്ളൂ. പിടിച്ചാ കിട്ടാത്തവരായിരിക്കും ലാഭം വരുന്നത്. അത് നേരാ. കോഴിച്ചാൻ എന്ത് വേണം ചെയ്തു, എനിക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ എല്ലാവരുടെയും പണമല്ലേ. ഞാൻ കുറെ നാളായി അച്ചായനോട് കാര്യം പറയണമെന്ന് വിചാരിച്ചത്. ഞാൻ ഇവിടെ വിട്ട് വല്ല ടൗണിലെങ്ങാനും പോയി താമസിക്കാൻ പോകാം. എന്തിന്? എനിക്ക് വേറെ വല്ല ബിസിനസ്സും തുടങ്ങണം. ഇതിലും നല്ല ബിസിനസ് വേറെ ഏതാടാ? എനിക്കിത് പറ്റുന്നില്ല. കുറെ നാളായി ഇവന് ഈ ഐഡിയയും കൊണ്ട് നടക്കുന്നു. നീ എന്ത് ബിസിനസ് ചെയ്താലും ഒരു ഗുണമുണ്ടായി. നിനക്ക് ബിസിനസ് ചെയ്യാൻ അറിയാൻ വയ്യ. അത് കോശാൻ നോക്കണ്ട. എനിക്ക് എന്റേതായ ഒരു രീതിയുണ്ട്. എന്റെ വീട്ടിലുള്ള വിറ്റാൽ അല്ലേ കോശാൻ എടുത്തോ. നിന്റെ വീതമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയല്ലേടാ. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ഒന്നും വിൽക്കില്ല, വാങ്ങേ ഉള്ളൂ. ഞാൻ ചത്തന് ശേഷം ആലോചിച്ചാൽ മതി. എന്റെ അപ്പൻ എനിക്ക് 20 ഏക്കറെ ഉണ്ടാക്കി തന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ. ഇനിയും ഉണ്ടാക്കും. കിട്ടുന്ന എല്ലാം വാങ്ങും. പിന്നെ നിങ്ങൾ വാങ്ങണം. ഇവിടെ വിട്ടു പോകരുത്. എന്ത് വേണമെങ്കിൽ ചെയ്തു. നീ ഇതൊന്നും കാര്യമാക്കണ്ട. നീ എന്നോട് വാ. അച്ചായോ, ഇവനെ നൈനാനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. പിന്നെ വണ്ടിപ്പെരിയാറിൽ പോയി ആ സ്ഥലവും നോക്കാം. ചില ഡ്രസ് ചെയ്ത് വാ. ഞാൻ വരുന്നില്ല. എല്ല് ബേബി പറയുന്ന കേക്കടാ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ല. ബേബി, ഇവനൊക്കെ എന്തോ പറ്റി? ആരാ കർത്താവേ? ആദാവേ, മാത്തുവേ, മാതാവേ, മാതാവേ, കർത്താവേ. സണ്ണി, ബേബി, എന്താ അമ്മേ ഇങ്ങോട്ടൊന്ന് വരാൻ പറമോളോ എല്ലാരോടും. അപ്പാ, കർത്താവേ, അപ്പാ, കർത്താവേ. വല്യപ്പച്ചൻ വലിക്കുന്നത് കണ്ടോ മോനെ? വല്യപ്പച്ച, വല്യപ്പച്ച, എന്താ അമ്മേ? വായു വലിക്കുന്ന പോലെ തോന്നുന്നത്. കിടത്തു ബേബി, കുറച്ച് വെള്ളം എടുക്ക്.
എന്താ? പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ പോലെ. വെള്ളം. ഡോക്ടറോടൊന്ന് വരാൻ പറയട്ടെ. ഇല്ല, ഇത്തിരി കഴിയട്ടെ. മാത്തു. അപ്പം പേടിപ്പിച്ചു കളയല്ലോ. എന്തുവാ? എന്തോ പറ്റിയെന്ന്? എല്ലാരും കൂടാ വന്നത്. ആര്? എല്ലാരും ഉണ്ടായിരുന്നു. ആരാ അപ്പാ വന്നത്? കർത്താവും പത്രോസും മാതാവും പിന്നെ മാലാകമാരും വിളിക്കാനാ വന്നത്. അടുത്ത് വന്ന് തൊട്ടതാ. സമയമായില്ലെന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോയി. സാരമല്ല, അപ്പം കിടന്നോ. നീ കുറെ നേരം കൂടെ അടുത്തിരിക്ക. പെട്ടെന്ന് എങ്ങാനും വല്ലതും. ഓപ്പോ കാലം എത്രയാ ഈ കിടപ്പിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാട്. നിർമ്മലേ, വന്നിവിടെ നിൽക്കുകയായിരുന്നു അല്ലേ? എന്താ മിണ്ടാതെ അങ്ങനെ മറഞ്ഞു നിന്നളഞ്ഞത്? നീ കുറെ നേരം അങ്ങനെ കാത്തു നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴും ഞാനല്ലേ കാക്കുന്നു. ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാ. അടുത്ത മാസം 10-ാം തീയതി എന്റെ കല്യാണമാ. വരുന്ന വ്യാഴാഴ്ച ഉറപ്പിക്കും. ബേബി കുഞ്ഞിന് ഒരിക്കലും എന്നെ കെട്ടാൻ പറ്റത്തില്ലല്ലോ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. മറക്കത്തില്ല കേട്ടോ, എന്നും ഓർക്കും. അമ്മ 5 മണിക്ക് മുമ്പ് എത്തുന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോകുക. ഇനി കാണത്തില്ല. പോട്ടെ. നിർമ്മലേ,